പറയുന്നതൊക്കെ കേട്ടോ. ഞാനും പൃഥ്വിയും കൂടെ ഒരു 5 സ്റ്റാർ ഹോട്ടലിൽ ഡിന്നർ കഴിക്കാൻ പോവാ. നിങ്ങൾ എവിടെ പോയാ ഞങ്ങൾക്ക് എന്താ ഷീ? വേണ്ടടി, അഭിനയിക്കണ്ട. ഞാൻ നന്നായി ജീവിക്കുന്നതില് നിനക്ക് കുശുമ്പാണെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. ഇതൊക്കെ അക്ഷിതയ്ക്ക് വെറുതെ തോന്നുന്നതാ. ആ അതെ, എനിക്ക് വെറുതെ തോന്നുന്നതാ. സമ്മതിച്ചു. എന്താ പോരെ? നീയൊക്കെ അഭയാർത്ഥികളെ പോലെ ഇവിടെ താമസിച്ചോ? നിന്റെ ഭർത്താവ് ഇതുവരെ നിനക്ക് മര്യാദയ്ക്ക് ഒരു നേരത്തെ ഫുഡെങ്കിലും വാങ്ങിച്ചു തന്നിട്ടുണ്ടോ? ഇല്ലല്ലോ. പക്ഷെ എന്റെ പൃഥ്വി എന്നെ നോക്കുന്നത് രാജകുമാരിയെ പോലെയാ. നല്ല കാര്യം. ഇന്നും അങ്ങനെ തന്നെ സന്തോഷായിട്ടിരിക്കട്ടെ. മാതി ദുർഗ നിന്റെ അഭിനയം. ഉള്ളിൽ കരഞ്ഞുകൊണ്ട് നീ സന്തോഷം അഭിനയിക്കുന്നതാ. നിന്നെ എനിക്ക് നന്നായിട്ട് അറിയാവുന്നതല്ലേ. എനിക്ക് കിട്ടുന്നതൊക്കെ അതുപോലെ നിനക്കും വേണമെന്നല്ലേ നിന്റെ അത്യാഗ്രഹം? അതിനായിരിക്കും ഒന്നിനും കൊള്ളാത്ത നിന്റെ കെട്ടിയോനെയും കൊണ്ട് ഈ വീട്ടിലേക്ക് വലിഞ്ഞു കയറി വന്നത്. പിന്നെ നീ എത്രയൊക്കെ ശ്രമിച്ചാലും നിനക്ക് എന്നെ പോലെ ആവാൻ പറ്റില്ല. അതിനുവേണ്ടി ശ്രമിക്കുകയും വേണ്ട. ഡ്രൈവറിനെ പോലീസ് അറസ്റ്റ് ചെയ്തു. അയാൾ ഇപ്പൊ അണ്ടർ കവർ കസ്റ്റഡിയില. എത്രയും പെട്ടെന്ന് അയാളെ രക്ഷിക്കണം. അയാൾ എന്തെങ്കിലും പറഞ്ഞ നമ്മൾ പെടും. നീ നേരിട്ട് ഇറങ്ങിയേ പറ്റൂ. ഞാനോ? അതെ, ഇപ്പൊ തന്നെ പോണം. ഇല്ലെങ്കിൽ പ്രശ്നമാണ്. അത് ഞാൻ വൈഫിനെ കൊണ്ട് ഡിന്നറിന് പോകാൻ ഇറങ്ങിയതാ. ഇപ്പൊ എന്തായാലും പോകാൻ പറ്റില്ല. നിനക്ക് തലയ്ക്ക് വെളിവില്ലേ? നീ ഇപ്പൊ പോയില്ലെങ്കിൽ പിന്നെ നിനക്ക് വൈഫ് ഉണ്ടാവില്ല. ഏയ് പ്ലീസ്, എന്റെ സിറ്റുവേഷൻ മനസ്സിലാക്കുക. നിനക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാം, പക്ഷെ നന്നായി ആലോചിച്ചിട്ട് മാത്രം. നമുക്കിടയിലുള്ള നിയമങ്ങൾ മറ്റാരെക്കാളും നന്നായിട്ട് നിനക്കറിയാലോ. അറിയാം. ഞാൻ ഇപ്പൊ തന്നെ ഡ്രൈവറിനെ അന്വേഷിച്ച് പോയിക്കോളാം. ഗുഡ്. ഹലോ, ഞാൻ പറഞ്ഞ കാര്യം എന്തായി ചന്ദ്രേട്ടാ? ആ കിരണിനെയും ദുർഗയും പുറത്താക്കാൻ എന്തെങ്കിലും വഴി കിട്ടിയോ? നീ ഇങ്ങനെ ധൃതി വെക്കാതെ ചന്ദ്രേ. അവരെ പുറത്തിറക്കണമെങ്കിൽ കൂടുതൽ കാര്യങ്ങൾ അവരെ കുറിച്ച് അറിയണം. അതിനെ നീ തന്നെ വിചാരിക്കണം. ഞാൻ എന്താ ചെയ്യേണ്ടത്? ആ നാശങ്ങളെ പറഞ്ഞുവിടാൻ എന്തു ചെയ്യാനും ഞാൻ തയ്യാറാ. വെറുതെ പറഞ്ഞാ പോരാ, ചെയ്യണം. ഏട്ടൻ പറയുന്നത് പോലെ ഞാൻ ചെയ്യും. ഇനി ഒരിക്കലും തിരിച്ചു കയറാൻ പറ്റാത്ത പോലെ വേണം രണ്ടിനെയും പുറത്താക്കാൻ. അതിന് അവരുടെ എന്തെങ്കിലും രഹസ്യങ്ങൾ അറിയണം. നീ പറഞ്ഞു കേട്ടിടത്തോളം അവരെന്തൊക്കെയോ നിങ്ങളിൽ നിന്നും മറയ്ക്കുന്നുണ്ട്. അതറിയണമെങ്കിൽ അവരുടെ റൂം ഒന്ന് സെർച്ച് ചെയ്യണം. റൂമിൽ കയറി സെർച്ച് ചെയ്യാനോ? അതെ, അതല്ലാതെ മറ്റു വഴിയൊന്നും ഞാൻ കാണുന്നില്ല. അവസരം വരുമ്പോ ഞാൻ കയറി നോക്കാം. അത് മതി. സൂക്ഷിച്ചു വേണം അവരെ പുറത്താക്കാൻ നോക്കി. ചന്ദ്രേ, നീ പുറത്തു പോകാൻ ഇടയാവരുത്. മനസ്സിലായി, ഞാൻ ശ്രദ്ധിച്ചോളാം. അതൊക്കെ പോട്ടെ. പൃഥ്വിയുടെ അവനോട് ഒരു അത്യാവശ്യ കാര്യം പറയാനുണ്ട്. പൃഥ്വി ഇവിടെ ഇല്ല ഏട്ടാ. അവൻ അശ്വതയായിട്ട് ഡിന്നറിന് പോയിരിക്കുക. ഡിന്നറിനോ? അതെ. എന്താ ഏട്ടാ? എന്താ അത്യാവശ്യ കാര്യം വല്ലതും ഉണ്ടോ? ഏയ്, ഒന്നുമില്ല. അത് പൃഥ്വിയോട് പറയേണ്ടതാ. ശരി ചന്ദ്രേ, എനിക്ക് കുറച്ച് തിരക്കുണ്ട്. ഞാൻ പിന്നെ നിന്നെ വിളിച്ചോളാം. ശരി ഏട്ടാ. ഹലോ സർ. ഹലോ ജെഡി, വിഗ്രഹത്തിന്റെ കാര്യത്തിൽ എന്തെങ്കിലും പോസിറ്റീവ് മൂവ്മെന്റ് നമ്മുടെ ഭാഗത്തുനിന്നുണ്ടായോ? ഇല്ല സർ, ഞങ്ങൾ ശ്രമിക്കുന്നുണ്ട്. മെയിനോന്റെ ഒരാളെ ഞങ്ങൾ കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. അയാളിൽ നിന്ന് എന്തെങ്കിലും ഇൻഫർമേഷൻ കിട്ടുമെന്നാ കരുതുന്നത്. ആ വഴിക്ക് ശ്രമിച്ചോളൂ, പക്ഷേ തെരച്ചിൽ നിർത്തരുത്. അതെ, മേനോൻ വിദേശികളുമായി ഡീൽ ഉറപ്പിച്ചിട്ടുള്ളതുകൊണ്ട് ഇനിയും വിഗ്രഹമോഷണങ്ങൾ ഉണ്ടാവും. മനസ്സിലായി സർ, ഞങ്ങൾ ശ്രദ്ധിച്ചോളാം. ഓക്കെ ജെഡി, ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു സർ.
ലോക്കൽ പോലീസിന് ഇതുവരെ നമുക്ക് എഫ്ഐആറിന്റെ കോപ്പി പോലും കിട്ടിയില്ലല്ലോ. അവരത് ഓരോ കാരണങ്ങൾ പറഞ്ഞ് വൈകിപ്പിക്കുന്നതാ. ഉടനെ അത് കിട്ടാനുള്ള വഴി ഉണ്ടാക്കണം. ഉം, അത് വേണം. ആ കള്ളന്മാരെ കിട്ടിയാലും നമുക്ക് മേനോനിലേക്ക് എത്താം. യെസ്, നോക്കാം. ഇനി മേനോനിലേക്ക് എത്താൻ സഹായിച്ചില്ലെങ്കിലും ആ വിഗ്രഹം തിരിച്ചു കിട്ടുകയെങ്കിലും ചെയ്യും. ഉം. ഹലോ ഹലോ, പൃഥ്വി ഇത് എവിടെയായിരുന്നു? എത്ര നേരമായി പോയിട്ട്? ശശി, ഞാൻ ഒരു കാര്യം പറഞ്ഞ താൻ പ്രശ്നം ഉണ്ടാക്കരുത്. എന്താ പൃഥ്വി? എനിക്ക് അത്യാവശ്യമായിട്ട് ഒരു സ്ഥലം വരെ പോകണം. അതുകൊണ്ട് താനിപ്പോ വീട്ടിലേക്ക് തിരിച്ചു പോകണം. പൃഥ്വിക്ക് എന്താ വട്ടാണോ? എന്നെ വിളിച്ചോണ്ട് വന്ന് ഇവിടെ ഇരുത്തിയിട്ട് തിരിച്ചു പോവാനോ? എന്റെ സിറ്റുവേഷൻ അങ്ങനെ ആയോണ്ടാ. താൻ ഒന്ന് മനസ്സിലാക്ക്. ഇല്ല, ഇതെന്നെ മനഃപൂർവ്വം ഇൻസൾട്ട് ചെയ്യുന്നതാ. ഞാനിത് സമ്മതിക്കില്ല. ശശി, താൻ ഇവിടെ വെച്ച് വഴക്കുണ്ടാക്കരുത്. എല്ലാരും നമ്മളെ ശ്രദ്ധിക്കുന്നുണ്ട്. എല്ലാ കാര്യങ്ങളും നമുക്ക് സംസാരിക്കാം. ഞാൻ വർക്ക് തീർത്തിട്ട് വേഗം തിരിച്ചു വരാം. അപ്പൊ സംസാരിക്കാം. എടോ, ഇപ്പൊ താൻ തിരിച്ചു പോ. പൃഥ്വി, ശശി, പ്ലീസ് വാ, ഞാൻ തന്നെ ഒരു വണ്ടി കയറ്റി വിടാം.